Good morning. നമ്മൾ ഇന്ന് 5th സെമ്മിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. 3rd സെമ്മിന്റെ 4th സെമ്മിന്റെ ഒക്കെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു. Now we have to start the 5th sem classes. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്കൽ കെമിസ്ട്രി എന്നുള്ള പേപ്പറിൽ ഫസ്റ്റ് അവർ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രി എന്നുള്ള പേപ്പറിൽ ഫേസ് ഇക്വിലിബ്രിയ എന്നുള്ള ചാപ്റ്ററിൽ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിസിക്കൽ കെമിസ്ട്രിയിലെ ഫേസ് ഇക്വിലിബ്രിയം. ഫേസ് ഇക്വിലിബ്രിയം നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ടോപ്പിക് അല്ല, ഒരു പുതിയ ടോപ്പിക്കാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ പലതും പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യണത്. അപ്പൊ എന്താണ് ഫേസ് ഇക്വിലിബ്രിയം? അപ്പൊ നമുക്കറിയാം എന്താണ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ടാവും, പക്ഷെ there will be no visible change in terms of the macroscopic properties like concentration, temperature, pressure, etc. There is no visible change. അതായത് നമുക്ക് അതിന്റെ റിയാക്ടൻസിന്റെയും പ്രൊഡക്ട്സിന്റെയും ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിലും അതിന്റെ റിയാക്ടൻസിന്റെയും പ്രൊഡക്ട്സിന്റെയും പിന്നെ കോൺസെൻട്രേഷനിൽ ചേഞ്ച് ഒന്നും ഇല്ലാണ്ടിരിക്കുക, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന് പ്രത്യേകിച്ച് വിസിബിൾ ആയിട്ട് ഒരു ചേഞ്ചും ഇല്ലാതിരിക്കുക. അങ്ങനെയുള്ള സ്റ്റേറ്റിനാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയാം. അപ്പോ ഫേസ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഫേസസ് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുമ്പോഴുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. വെൻ ദർ ഈസ് മോർ ദാൻ വൺ ഫേസസ് ഇൻ ഇക്വിലിബ്രിയം. അപ്പൊ അതായത് വിസിബിൾ ചേഞ്ച് ഒന്നും ഇല്ലാണ്ട് രണ്ട് ഫേസസ്. അതിനൊരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കുറച്ച് ക്ലാരിറ്റി കുറവാണ്, എന്നാലും നല്ലൊരു ഫിഗർ ആയതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും കിട്ടിയില്ല. അപ്പോ എന്താന്ന് വെച്ചാല് ഒരു അടച്ചു വെച്ച പാത്രത്തിൽ ഇത്തിരി ലിക്വിഡ്, അത് വെള്ളമായിരിക്കാം, വാട്ടർ ആയിരിക്കാം, or any other liquid is placed in this container and which is closed ആയിട്ടുള്ള ഒരു ഫ്ലാസ്കിന്റെ അകത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെയുള്ള ഫെനോമിനൻ എന്താണ് നടക്കുന്നത് വെച്ചാല് അവിടെയുള്ള കുറെ മോളിക്യൂൾസ് ഇവോപ്പറേറ്റ് ചെയ്ത് വേപ്പർ ഫേസിലേക്ക് പോകും. അതേസമയം വേപ്പർ ഫേസിൽ ഇങ്ങനെ കണ്ടിന്യൂസ് കൊളീഷൻസ് ഒക്കെ അണ്ടർഗോ ചെയ്യുന്ന കുറെ മോളിക്യൂൾസ് എനർജി കുറഞ്ഞ് തിരിച്ച് ലിക്വിഡ് ഫേസിലേക്കും വരും. അപ്പൊ അതായത് കുറച്ച് മോളിക്യൂൾസ് എപ്പോഴും ആ സർഫസിലുള്ള മോളിക്യൂൾസ് പെട്ടെന്ന് ഇവോപ്പറേറ്റ് ചെയ്ത് ഗ്യാഷ്യസ് ഫേസിലേക്ക് പോകുമ്പോൾ ഗ്യാഷ്യസ് ഫേസിലുള്ള കുറെ മോളിക്യൂൾസ് ഈ കണ്ടിന്യൂസ് കൊളീഷൻ കൊണ്ട് എനർജി കുറഞ്ഞ് ലിക്വിഡ് ഫേസിലേക്ക് വരും. ഇനി എപ്പോഴാണ് ഇവിടെ ഇക്വിലിബ്രിയം? ഈ പാത്രം നമ്മൾ അടച്ചു വെച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ മാത്രമേ ഇതിന് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അടച്ചു വെച്ചിട്ടില്ലെങ്കിൽ ഈ എസ്കേപ്പ് ചെയ്യുന്ന വേപ്പേഴ്സ് ഒക്കെ പുറത്തേക്ക് പോകും. അപ്പൊ when we close this container, it starts attaining equilibrium. കുറച്ച് സമയം കഴിയുമ്പോൾ എത്ര മോളിക്യൂൾ ഇവാപ്പറേറ്റ് ചെയ്യുന്നു അത്ര മോളിക്യൂൾസ് തന്നെ കണ്ടൻസ് ചെയ്യാൻ തുടങ്ങും. And that state is the physical equilibrium between the liquid and the vapor above the liquid. അതിനാണ് നമ്മൾ എന്ത് പറയാ, ഫിസിക്കൽ ഇക്വിലിബ്രിയം. ഇതൊരു ഫേസ് ഇക്വിലിബ്രിയം ആണ്. അതായത് രണ്ട് ഫേസസ് ഉണ്ട്, ഗ്യാഷ്യസ് ഫേസും ലിക്വിഡ് ഫേസും. അവര് തമ്മിലുണ്ടാവുന്ന ഇക്വിലിബ്രിയം. This is what is called phase equilibrium. ഇതിൽ രണ്ട് ഫേസേ ഉള്ളൂ. ഇത്ര ഫേസുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇക്വിലിബ്രിയത്തിൽ ഇരിക്കാം. ഡിപ്പെൻസ് 2, 3 അങ്ങനെ ഫേസസിന് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കാൻ പറ്റും. അപ്പൊ ഇതാണ് ഫേസ് ഇക്വിലിബ്രിയ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ അപ്പൊ പറഞ്ഞത്. ഇപ്പൊ ഫേസ് ഇക്വിലിബ്രിയം is the equilibrium between two different phases of matter. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സോളിഡ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ലിക്വിഡ്, ലിക്വിഡ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ഗ്യാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി സോളിഡ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ലിക്വിഡ്, ഇതേപോലെ പിന്നെ എന്താണ് നമ്മുടെ സോളിഡും ലിക്വിഡും അതിന്റെ മെൽറ്റിംഗ് പോയിന്റിൽ എന്തിൽ വരും, ഇക്വിലിബ്രിയത്തിൽ വരാം. അല്ലെങ്കിൽ അത് രണ്ടും കൂടി ഇക്വിലിബ്രിയത്തിൽ വരാവുന്ന കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ സോളിഡ് ക്യാൻ എക്സിസ്റ്റ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ലിക്വിഡ്. ഇനി ഫേസ് ഇക്വിലിബ്രിയം, ഇപ്പൊ ഒരു കുറച്ച് വാട്ടർ എടുത്തു, അതിലേക്ക് നമ്മൾ ഉപ്പ് ആഡ് ചെയ്തു. ആ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ
കുറച്ചധികം ഉപ്പാണ്, ഒരു 40 gram സോഡിയം ക്ലോറൈഡ് ഒരു 100 ml വാട്ടറിലേക്കാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ എന്താണ്, that will form a saturated solution. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സൊല്യൂഷനിലെത്തുമ്പം സോഡിയം ക്ലോറൈഡ് നേരത്തെ ഇപ്പൊ ഇവിടെ കാണിച്ച ഇക്വേഷനിലെ പോലെ Na+Cl- അയോൺസ് ആവും. ബാക്കി ഡിസോൾവ് ചെയ്യാത്ത സോഡിയം ക്ലോറൈഡ് അടിയിലുണ്ടാവും. അപ്പൊ ഇവിടെ എന്താണ്, ഒരു കുറച്ച് സമയം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും വെച്ചാൽ ദ ഡിസോൾവിങ്, അപ്പൊ നമ്മൾ വിചാരിക്കും ഈ അടിയിലിരിക്കുന്ന സോഡിയം ക്ലോറൈഡ് മുഴുവൻ എപ്പോഴും അതേപോലെ ഇരിക്കും, അതേപോലെ മുകളിൽ കുറച്ച് ഡിസോൾവ്ഡ് സോഡിയം ക്ലോറൈഡ് ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ അങ്ങനെയല്ല അവിടുത്തെ കണ്ടീഷൻസ്. ഇവിടെ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുമ്പോൾ ഡിസോൾവിങ് റേറ്റ് ഓഫ് സോഡിയം ക്ലോറൈഡ് വിൽ ബി ഈക്വൽ ടു ക്രിസ്റ്റലൈസേഷൻ റേറ്റ് ഓഫ് സോഡിയം ക്ലോറൈഡ്. ഇതാണ് ഫേസ് ഇക്വിലിബ്രിയം. ഇതൊരു ഫേസ് ഇക്വിലിബ്രിയം ആണ്. ഇനി ഫേസ് ഇക്വിലിബ്രിയം പഠിക്കുമ്പോൾ എന്താണ് ഫേസ്, അപ്പൊ മോർ ദാൻ വൺ ഫേസ് ഉണ്ടാകുമ്പോഴാണ്, അത് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഫേസ് ഇക്വിലിബ്രിയം ഉണ്ടാവുക എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ then what is a phase? A phase is defined as a homogeneous and physically distinct part of a system that is separated from other parts of the system by definite boundaries. അപ്പോൾ അതായത് നമുക്കൊരു ഇമാജിനറി ബൗണ്ടറി ആവാം, അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ബൗണ്ടറി ഇല്ല, ഫിസിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള, അതേപോലെ ഹോമോജീനിയസ് ആവണം. ഒന്നിൽ കൂടുതൽ ഫേസസ് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഒരു ഹോമോജീനിയസ് ആയിട്ടുള്ള, ഫിസിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള, ഒരേപോലെയുള്ള നാച്ചുറലുള്ള ഫിസിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പാർട്ട് ഓഫ് ദ സിസ്റ്റത്തിനാണ് നമ്മൾ ഒരു ഫേസ് എന്ന് പറയുക. അപ്പൊ ഫോർ എക്സാമ്പിൾ ഐസ് ഒരു ഫേസ് ആണ്, വാട്ടറിന്റെ ഒരു ഫേസ് ആണ് ഐസ്. വാട്ടർ ഈസ് അനദർ ഫേസ്, ലിക്വിഡ് വാട്ടർ ഈസ് അനദർ ഫേസ്, ആൻഡ് വാട്ടർ വേപ്പർ ഈസ് അനദർ ഫേസ്. And these three phases we can separate, and they are separate phases. അതുകൊണ്ടാണ് ഫിസിക്കലി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് they are physically distinct, and there is definite boundaries between them. നമുക്കറിയാം, ഇപ്പോൾ വാട്ടർ വേപ്പറും എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഇടയിൽ ഒരു ഡെഫിനിറ്റ് ബൗണ്ടറി ഉണ്ട്. ഇനി പ്യുവർ ലിക്വിഡ്സ് ഓർ സൊല്യൂഷൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ഹോമോജീനസ് ഫേസസ്. ഇനി എങ്ങനെയൊക്കെയാണ് നമ്മൾ ഒന്നിൽ കൂടുതൽ ഫേസ് ഉണ്ട് എന്ന് പറയാം. ഇപ്പൊ പ്യുവർ ആയിട്ട് ഒരു ലിക്വിഡേ ഉള്ളുവെങ്കിൽ ദാറ്റ് വിൽ ഫോം എ സിംഗിൾ ഫേസ്. അതേസമയം സൊല്യൂഷനിൽ എല്ലായിടത്തും ഹോമോജീനസ് ആണ് പാർട്ടിക്കിൾസ്, ദാറ്റ് വിൽ ഓൾസോ ഫോം എ സിംഗിൾ ഫേസ്. അതേസമയം നമ്മൾ സൊല്യൂഷൻ സിംഗിൾ ഫേസ് ഫോം ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് ഇമ്മിസിബിൾ ലിക്വിഡ്സിനെ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് ഇമ്മിസിബിൾ സൊല്യൂഷൻസിനെ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ദേ കോൺസ്റ്റിറ്റ്യൂട്ട് ടു ഫേസസ്. ഇപ്പൊ നമ്മൾ വെളിച്ചെണ്ണയും വെള്ളവും കൂടെ എടുക്കുകയാണ്, നമുക്കറിയാം നമ്മൾ ഇനിയിപ്പോ നല്ലോണം അതിനെ ഷേക്ക് ചെയ്ത് കഴിഞ്ഞു വെച്ചോളൂ, എന്നാലും എന്ത് ചെയ്യും, കുറച്ച് സമയം അവിടെ വെച്ച് കഴിഞ്ഞാല് അതെന്തുണ്ടാവും, വെളിച്ചെണ്ണ വേറെ ആയിട്ടും വെള്ളം വേറെ ആയിട്ടും, നമുക്ക് വെള്ളത്തിന്റെ മുകളിലായിട്ട് വെളിച്ചെണ്ണ അനദർ ഫേസ് ഫോം ചെയ്യും. അപ്പൊ എന്തല്ല, ആ രണ്ട് ലിക്വിഡ്സും ഹോമോജീനസ് അല്ല, രണ്ടും വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോ they will form two phases. ഹോമോജീനസ് അല്ലാത്തതുകൊണ്ട് അതിന് ഇടയിൽ ഒരു വെൽ ഡിഫൈൻഡ് ബൗണ്ടറി ഉണ്ടാവും. സോ ടു ഇമ്മിസിബിൾ ലിക്വിഡ്സ് ലൈക്ക് വാട്ടർ ആൻഡ് ഓയിൽ constitute two phases. അതേത് ഓർഗാനിക്കും ലിക്വിഡും പോളാർ ലിക്വിഡും, ഒരു ഓർഗാനിക് അതായത് നോൺ പോളാർ ലിക്വിഡും പോളാർ ലിക്വിഡും എപ്പോഴും എന്താണ് ഫോം ചെയ്യുക, ഇമ്മിസിബിൾ ലിക്വിഡ്സ് ആണ് ഫോം ചെയ്യുക. അങ്ങനെയുള്ള കേസിൽ they will form two phases. അതേസമയം ടു മിസിബിൾ ലിക്വിഡ്സ് ആണെങ്കിൽ അതിപ്പം നമുക്ക് ആൽക്കഹോൾ ആൻഡ് വാട്ടർ, ടു മിസിബിൾ ലിക്വിഡ്സ് they will form a single phase. Two miscible liquids will form a single phase, but two immiscible liquids constitute two phases. Then a mixture of gases, അതിന്റെ കേസ് എങ്ങനെയാണ്, ഇപ്പൊ ടു ഗ്യാസസ് ആർ ഓൾവേസ് മിസിബിൾ. എത്ര നമ്പർ ഓഫ് ഗ്യാസസിനെ നമ്മൾ എടുത്തിട്ട് ഒന്നിച്ചാക്കിയാലും
അതിന് യാതൊരു സെപ്പറേഷനും ഉണ്ടാവില്ല. They are always miscible. So a mixture of gases always constitutes one phase because mixture is homogeneous and there is no bonding surfaces between the different gases in the mixture. ഇനി നമ്മൾ സോളിഡ്സിന്റെ കേസ് പറയുകയാണെങ്കിൽ സോളിഡ്സ് എപ്പോഴും എന്തായിരിക്കും? എനി ടു സോളിഡ്സ്, ഏത് രണ്ട് സോളിഡ്സും ദേ വിൽ നോട്ട് മിസിബിൾ ഈച്ച് അതർ. അതുകൊണ്ട് ദേ വിൽ ഫോം മോർ ദാൻ വൺ ഫേസസ്. അപ്പൊ എത്ര സോളിഡ്സ് ഒരു സിസ്റ്റത്തിലുണ്ടോ അത്രയും സോളിഡ്സും സിംഗിൾ ഫേസസ് ആ ഫോം ചെയ്യുക. അപ്പൊ രണ്ട് സോളിഡ്സ് ആണെങ്കിൽ രണ്ട് ഫേസസ് ഉണ്ടായിരിക്കും. മൂന്ന് സോളിഡ്സ് ആണെങ്കിൽ മൂന്ന് ഫേസസ് ഉണ്ടാവും. നോ ടു solids mix will form a homogeneous solution. ഒരേപോലെ മിക്സ് ആവില്ല, ഹോമോജീനസ് ആവില്ല. ഇപ്പൊ സോളിഡ് പ്ലസ് ലിക്വിഡ്, any number of solids plus liquid miscible. If they are miscible, they will form a single phase. നമ്മൾ പറഞ്ഞല്ലോ. Saturated solution with excess solute, നേരത്തെ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അടിയിൽ കിടക്കുകയാണെങ്കിൽ അടിയിൽ കിടക്കുന്ന സോളിഡ് ഒരു ഫേസും ഫോം ചെയ്യും, മുകളിലുള്ള സൊല്യൂഷൻ അനദർ ഫേസ് ഫോം ചെയ്യും. സോ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അടിയിൽ ക്രിസ്റ്റൽസ് ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ഫോം ടു ഫേസസ്. ഇഫ് ദർ ഈസ് നോ സെഡിമെന്റ്സ്, അടിയിൽ സെഡിമെന്റ് ചെയ്തിട്ടൊന്നും ഇല്ല, വെറും സാച്ചുറേറ്റഡ് സൊല്യൂഷനെയാണ് നമ്മൾ എടുത്തതെങ്കിൽ ദാറ്റ് വിൽ ഫോം സിംഗിൾ ഫേസ്. അപ്പൊ ഫേസസ് എന്താണെന്നും ഫേസസ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഈ നമ്പർ ഓഫ് കമ്പോണൻസ് ഒരു സിസ്റ്റത്തിൽ, അപ്പൊ നമുക്ക് ഫേസ് എന്താണ് അറിഞ്ഞു. ഇനി നമുക്ക് ഈ ഫേസിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു റൂൾ ഉണ്ട്, ദാറ്റ് ഈസ് ഗിബ്സ് ഫേസ് റൂൾ. ഗിബ്സ് ഫേസ് റൂൾ ഇതാണ് ഈ ചാപ്റ്ററിനെ ഗവേൺ ചെയ്യുന്ന റൂള്. ഈ റൂളിനെ, ഇതിന്റെ ചെറിയ മോഡിഫിക്കേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ചാപ്റ്റർ ഫുള്ളും ഉള്ളത്. അതിന് ഗിബ്സ് ഫേസ് റൂൾ gives a relationship between number of degrees of freedom F and the number of components C and the number of phases P. It is expressed mathematically as P is equal to F minus C plus 2, or P plus F is equal to C plus 2, where P is the number of phases. അത് നമ്മളിപ്പം എങ്ങനെയാണെന്ന് പറഞ്ഞു. F is the number of degrees of freedom. That is the number of physical variables like pressure, temperature, concentration, which can be independently changed without altering the equilibrium. അത് നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യും, എങ്ങനെയാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കിയാൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വാരിയബിൾ, ഫിസിക്കൽ വാരിയബിൾസ് ആണ്. സി ഇസ് ദ നമ്പർ ഓഫ് കമ്പോണൻസ് ഇൻ ദ സിസ്റ്റം. അപ്പൊ ഇതാണ് ഈ ചാപ്റ്ററിന്റെ ഗവേൺ. അപ്പൊ നമുക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണ്, അതേപോലെ കമ്പോണൻസ് എന്താണ് എന്നുള്ളത് ഒന്ന് നോക്കണം. അപ്പൊ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് കമ്പോണൻസ് ഇസ് ദ മിനിമം നമ്പർ ഓഫ് റിക്വയർഡ് കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ് യൂസിംഗ് വിച്ച് കോമ്പോസിഷൻ ഓഫ് ഓൾ ഫേസസ് ക്യാൻ ബി ഡിഫൈൻഡ് കംപ്ലീറ്റ്ലി. അപ്പൊ മിനിമം നമ്പർ ഓഫ് റിക്വയർഡ് കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ്, minimum number of required chemical constituent using which composition of all phases can be defined completely. For example, അപ്പൊ എന്താണ് ഈ മിനിമം നമ്പർ ഓഫ് കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ്? അപ്പൊ ആദ്യം നമുക്ക് വാട്ടർ സിസ്റ്റം നോക്കാം. വാട്ടറിന് 3 ഫേസസ് ഉള്ളത്, വാട്ടർ, ലിക്വിഡ് വാട്ടർ, ഐസ് ആൻഡ് വാട്ടർ വേപ്പർ. പക്ഷെ ഇതിലൊക്കെ വാട്ടർ എന്നൊരൊറ്റ കമ്പോണന്റ് ഉള്ളൂ. സോ ഇഫ് there even there are 3 phases in water system, there will be only one component H2O. അതേസമയം നമുക്ക് അടുത്തൊരു സിസ്റ്റം നോക്കാം, കാൽസ്യം കാർബണേറ്റ് സിസ്റ്റം. കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആവുന്ന സിസ്റ്റം ഈക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും. ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. അതുകൊണ്ട് കുറച്ച് സമയം നമ്മളൊരു പാത്രം അടച്ചു വെച്ച് കഴിഞ്ഞാൽ ക്ലോസ്ഡ് കണ്ടെയ്നറിൽ ദിസ് റിയാക്ഷൻ വിൽ അക്വയർ ഈക്വിലിബ്രിയം. സോ നമ്പർ ഓഫ് ഫേസസ് ഇൻ ദിസ്
ഇതിൽ നമുക്ക് നോക്കാം എത്ര ഫേസസ് ഉണ്ട്. കാൽസ്യം കാർബണേറ്റ് സോളിഡ്, കാൽസ്യം ഓക്സൈഡ് സോളിഡ്, കാർബൺ ഡയോക്സൈഡ് ഗ്യാസ്. രണ്ട് സോളിഡ്സ് രണ്ട് ഫേസസ് ഫോം ചെയ്യും, കാർബൺ ഡയോക്സൈഡ് വേറൊരു ഫേസ് ഫോം ചെയ്യും. അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൽ 3 ഫേസസ് ഉണ്ട്. പക്ഷെ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്തിട്ടാണ് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും ഉണ്ടാവുന്നത്. അപ്പോ കാൽസ്യം കാർബണേറ്റിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് അറിയണം. പിന്നെ കാർബൺ ഡയോക്സൈഡോ കാൽസ്യം ഓക്സൈഡോ എത്രയുണ്ടോ, ഇപ്പൊ കാർബൺ ഡയോക്സൈഡ് എത്രയുണ്ടോ അത്ര തന്നെ കാൽസ്യം ഓക്സൈഡ് ആവും. 1 മോള് കാർബൺ ഡയോക്സൈഡ് ആണെന്ന് വെച്ചാൽ 1 മോള് കാൽസ്യം ഓക്സൈഡും അവിടെ ഉണ്ടാവും. അതേസമയം അതേപോലെ തന്നെ 1 മോള് കാൽസ്യം ഓക്സൈഡ് ആണെങ്കിൽ 1 മോള് കാർബൺ ഡയോക്സൈഡ് അവിടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒന്നിന്റെ കോമ്പോസിഷൻ അറിഞ്ഞാൽ മറ്റതിന്റെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. കാൽസ്യം കാർബണേറ്റിന്റെ അല്ല, കാൽസ്യം ഓക്സൈഡിന്റെയും കാർബൺ ഡയോക്സൈഡിന്റെയും കോൺസെൻട്രേഷൻ നമുക്ക് അപ്പൊ ഏതെങ്കിലും 2 സാധനങ്ങളുടെ കോമ്പോസിഷൻ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ കാൽസ്യം കാർബണേറ്റിന്റെയും കാർബൺ ഡയോക്സൈഡിന്റെയും കോമ്പോസിഷൻ അറിഞ്ഞാൽ കാൽസ്യം ഓക്സൈഡിന്റെ കോമ്പോസിഷൻ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. സോ ദ മിനിമം നമ്പർ ഓഫ് കോമ്പോണൻസ് C is equal to 2. അപ്പൊ അത് മനസ്സിലായില്ലേ? അപ്പോൾ നമ്പർ ഓഫ് കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഉണ്ടായിരുന്നത് 3 എണ്ണമായിരുന്നു. അതിൽ നിന്ന് ഒന്നിന്റെ വേണ്ട, 2 എണ്ണത്തിന്റെ അറിഞ്ഞാൽ മതി. സോ ഇറ്റ് മിനിമം നമ്പർ ഓഫ് കമ്പോണൻസ് ഓർ നമ്പർ ഓഫ് കമ്പോണൻസ് ഇൻ ദ സിസ്റ്റം ഈസ് 2. ഇനി നമുക്ക് അടുത്ത് നോക്കാം. നമ്പർ ഓഫ് കമ്പോണന്റ് കാണാനുള്ള വേറൊരു ഇക്വേഷൻ ആണ്, കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയ കേസിൽ. അപ്പൊ കോൺസ്റ്റിറ്റ്യുവൻസ് മൈനസ് ദ നമ്പർ ഓഫ് റിലേഷൻ കണക്ടിങ് ദ components. അല്ലെങ്കിൽ നമ്മൾ പറയും നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് റിലേഷൻ കണക്ടിങ് ദ കോൺസെൻട്രേഷൻ ഓഫ് n സ്പീഷീസ്. ഇപ്പൊ ഈ നമ്മുടെ മുന്നത്തെ കേസിലേക്ക് ഇതൊന്നും നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ മുന്നത്തെ കേസില് ഇപ്പൊ നമ്മൾ പറഞ്ഞു കാൽസ്യം കാർബണേറ്റ്, കാൽസ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും. അപ്പൊ ഇതിലെന്താ പറഞ്ഞ നമ്പർ ഓഫ് കമ്പോണൻസ് 3 ആൻഡ് ദ ഇക്വേഷൻ റിലേറ്റിംഗ് ദീസ് 3. അതാണ് ഇവിടെ തന്നിട്ടുള്ള ഇക്വേഷൻ. ഈ കാൽസ്യം കാർബണേറ്റ് gives and receives കാൽസ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡയോക്സൈഡ് എന്നുള്ള ഇക്വേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് എ ഇക്വേഷൻ. സോ ദ നമ്പർ ഓഫ് ഇക്വേഷൻസ് കണക്ടിങ് ബിറ്റ്വീൻ ദീസ് 3 is 1. So we have to subtract 1 from the total number of components 3. So we will get 2. അപ്പൊ അത് ഈ ഇക്വേഷൻ പ്രകാരം അത് ശരിയാണ്. അതിലുള്ള എത്ര സ്പീഷീസ് ഉണ്ടോ അവരെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ ദാറ്റ് റിലേഷൻ കണക്ടിങ് ദിസ് കോൺസെൻട്രേഷൻ ഓഫ് n സ്പീഷീസ് അതിനെ എന്ത് ചെയ്യണം, ടോട്ടൽ നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസിന്റെ എണ്ണത്തിൽ നിന്നും മൈനസ് ചെയ്യണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ another example, അമോണിയം ക്ലോറൈഡ് gives and receives അമോണിയ ഗ്യാസ് ആണ്, HCl ഉം ഗ്യാസ് ആണ്. അമോണിയം ക്ലോറൈഡ് സോളിഡ് ആണ്. നമുക്ക് അറിയാം അമോണിയം ക്ലോറൈഡ് നമ്മൾ എടുത്തു വെച്ച് അമോണിയം HCl ഉണ്ടാവും. 3 components in this. അപ്പൊ അതില് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതിപ്പോ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഇക്വേഷൻ, അതായത് അമോണിയം ക്ലോറൈഡ് gives and receives ammonia plus HCl. This is an equation connecting these 3. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പറയാം, 1 മോള് അമോണിയം ക്ലോറൈഡ് ഡീകമ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 മോള് അമോണിയം 1 മോള് HCl ആണ് ഉണ്ടാവുക എന്നാണ് ഇക്വേഷന്റെ മീനിങ്. അതൊരു ഇക്വേഷൻ ആണ് കണക്ടിങ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദി സ്പീഷീസ് ഇൻ ദിസ് 3. And this another equation we have, that partial pressure of ammonia will be equal to partial pressure of HCl. Partial pressure of ammonia, partial pressure of HCl ne equal ആയിരിക്കും. So 3 components. So there are 3 components: ammonium chloride, ammonia, and HCl. And 3 minus, there are 2 relations connecting these species. So 3 minus 2 is equal to 1. This is a 1 component system. This is 1 component system.
അതായത് ഏതെങ്കിലും ഒരു കമ്പോണന്റിന്റെ കോൺസെൻട്രേഷൻ ആണ് ഇതിനെ ഈ മൊത്തം റിയാക്ഷനെ നിയന്ത്രിക്കുന്നത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്ന സമയത്ത് അതിൽ കുറച്ച് അമോണിയ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് HCl ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് പറയാം അതിലുള്ള അമോണിയ അല്ലെങ്കിൽ HCl അമോണിയം ക്ലോറൈഡിന്റെ ഡീകമ്പോസിഷൻ കൊണ്ട് മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്, അതിൽ ഓൾറെഡി കുറച്ച് അമോണിയ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിൽ ആൾറെഡി കുറച്ച് HCl ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കേസിൽ പാർഷ്യൽ പ്രഷർ ഓഫ് അമോണിയ വിൽ നോട്ട് ബി ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് HCl. Then there will be only one relation connecting this two. അപ്പൊ അങ്ങനെ വരുമ്പോൾ C number of components is equal to 3 minus 1, that is it is a 2 component system. ഇതാണ് നമ്പർ ഓഫ് കമ്പോണൻസിന്റെ ഡിറ്റർമിനേഷൻ. ഇതിന്റെ കുറച്ചധികം എക്സാമ്പിൾസ് ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിലിടും, അത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം. കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്പർ ഓഫ് കമ്പോണൻസ് കാണാനുള്ള. ഇനി അടുത്ത ടേം നമ്മളെ ഗിബ്സ് ഫേസ് റൂളിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് വേരിയബിൾ ഫാക്ടേഴ്സ് ഓഫ് എ സിസ്റ്റം വിച്ച് മസ്റ്റ് ബി സ്പെസിഫൈഡ് സോ ദാറ്റ് ദ റിമൈനിങ് വേരിയബിൾസ് ആർ ഫിക്സ്ഡ് ഓട്ടോമാറ്റിക്കലി ആൻഡ് ദ സിസ്റ്റം ഈസ് കംപ്ലീറ്റ്ലി ഡിഫൈൻഡ്. എന്താണ് ഈ ഫിക്സ്ഡ് ഓട്ടോമാറ്റിക്കലി എന്നുള്ളത് ഞാൻ പറയാം. അപ്പൊ ദ ലീസ്റ്റ് നമ്പർ ഓഫ് വേരിയബിൾസ് ആണ് വിച്ച് മസ്റ്റ് ബി സ്പെസിഫൈഡ്. ചില എത്ര നമ്പർ ഓഫ് വേരിയബിൾസിന് സ്പെസിഫൈ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ആദ്യത്തെ ചിത്രം ഇതാ ഇവിടെ. ഇത് ഇപ്പൊ വാട്ടർ ആണെന്ന് വിചാരിക്കുക. താഴെ വാട്ടർ ഉണ്ട്, മുകളില് വാട്ടർ വേപ്പർ ഉണ്ട്. ഈ ബീക്കർ, ഈ വെസൽ ഞാൻ അടച്ചിട്ടില്ല എങ്കിൽ I am not closing this. If I am not closing this vessel, then what is the number of variables required to define the system completely? എത്ര വേരിയബിൾസ് വേണം? ഇതിന് ഒരേ ലിക്വിഡ് ആയതുകൊണ്ട് കോമ്പോസിഷൻ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ വാട്ടർ മാത്രമാണെങ്കിൽ 100% വാട്ടറാണ്. കോമ്പോസിഷൻ ഇവിടുത്തെ ഒരു വേരിയബിൾ ആണ്. പിന്നെ ടെമ്പറേച്ചറും പ്രഷറും ആണ് രണ്ട് വേരിയബിൾസ്. അപ്പൊ അത് രണ്ടും നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഇഫ് ദ കണ്ടെയ്നർ ഈസ് നോട്ട് ക്ലോസ്ഡ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് അറ്റൈൻഡ് ഈക്വിലിബ്രിയം. ബട്ട് വെൻ ദ കണ്ടെയ്നർ ഈസ് ക്ലോസ്ഡ്, once the container is closed, after some times the system attains equilibrium. നമ്മൾ പറഞ്ഞല്ലോ, ആ സൊല്യൂഷൻ, ആ ലിക്വിഡും അതിന്റെ മുകളിലുള്ള വേപ്പറും കുറച്ച് സമയം കഴിഞ്ഞാൽ ഈക്വിലിബ്രിയത്തിലെത്തും. ഈക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ there will be no further change in concentration of or quantity of liquid and vapor. നമുക്ക് വിസിബിൾ ആയിട്ട് ലിക്വിഡും വേപ്പറിന്റെയും കോൺസെൻട്രേഷനിൽ ചേഞ്ച് ഒന്നും കാണില്ല. അങ്ങനെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഈ സിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്യാൻ എത്ര വേരിയബിൾസ് വേണം? വി നീഡ് ഓൺലി 1 വേരിയബിൾ. കാരണം ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ വാട്ടറിന് അതിനായിട്ട് ഈക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന വേപ്പറിന്റെ പ്രഷർ ഒരൊറ്റ വാല്യൂ ഉണ്ടാവുള്ളൂ. ഇപ്പൊ 30 ഡിഗ്രി സെന്റിഗ്രേഡിന് വാട്ടറിന്റെ മുകളിലിരിക്കുന്ന വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് കൃത്യം ഒരു വാല്യൂ ഉണ്ട്. ആ ടേബിൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതായത് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ വാട്ടറും അതിനായിട്ട് ഈക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന വേപ്പറും ഉള്ള ആ സിസ്റ്റത്തിന്റെ വേപ്പർ പ്രഷർ ഒരു കോൺസ്റ്റന്റ് ആവും. അപ്പൊ നമുക്ക് ഒന്നുകിലും വേപ്പർ പ്രഷർ അറിഞ്ഞാൽ നമുക്ക് ടെമ്പറേച്ചർ പ്രെഡിക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ടെമ്പറേച്ചർ അറിഞ്ഞാൽ നമുക്ക് വേപ്പർ പ്രഷർ പ്രെഡിക്റ്റ് ചെയ്യാം. സോ അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ ഇതിലേക്ക് വരികയാണ്. അതായത് ഇൻ ദ കേസ് ഓഫ് വാട്ടർ വേപ്പർ സിസ്റ്റം, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈസ് 1. Either we want to know pressure or temperature. The system has 2 variables, pressure and temperature. At definite temperature, vapor pressure of water can have only one fixed value. Thus, if one variable is specified, the other is fixed automatically, and hence this system has 1 degree of freedom and it is monovariant. ഒരു degree of freedom ഉള്ളിച്ചാൽ നമ്മൾ അതിനെ പറയാ monovariant എന്നാണ്. No variables is required. അങ്ങനെ കേസ് വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ പറയാ
invariant അല്ലെങ്കിൽ non variant. Invariant ആണ് കൂടുതൽ യൂസ് ചെയ്യുക. If degrees of freedom is 0, the system is invariant. If degrees of freedom is 1, the system will be monovariant. And if degrees of freedom is 2, it is said to be bivariant. For example, for a pure gas, PV is equal to RT. Pressure and temperature values are specified. There can have only one definite value for volume, or that volume is fixed automatically. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ പ്രഷറും ടെമ്പറേച്ചറും, അതില് പ്രഷർ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി ഓട്ടോമാറ്റിക് ആയിട്ട് ഫിക്സ്ഡ് ആയി. പ്രഷർ പറഞ്ഞാൽ ടെമ്പറേച്ചർ പറയണ്ട, ടെമ്പറേച്ചർ പറഞ്ഞാൽ പ്രഷർ പറയണ്ട. ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി ഓട്ടോമാറ്റിക് ആയിട്ട് ഫിക്സ് ചെയ്തു. അതാണ് മുമ്പ് പറഞ്ഞത്, ദാറ്റ് ഈസ് ഫിക്സ്ഡ് ഓട്ടോമാറ്റിക്കലി. ഇനി ഒരു ഗ്യാസ് ഒറ്റയ്ക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, 3 വേരിയബിൾസ് ഉണ്ട് ഒരു ഗ്യാസിന്റെ കേസിൽ. അതുകൊണ്ടാണ് PV is equal to RT. ഇതിൽ പ്രഷറും ടെമ്പറേച്ചറും സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറയണ്ട? വോളിയം ഈസ് ഫിക്സ്ഡ്. പ്രഷറും വോളിയം റിലേറ്റഡ് ആണ്. It is fixed automatically, so the degrees of freedom or the system will become bivariant. A number of variables that might be changed independently without causing appearance of new phase or disappearance of an existing phase. That is, there are 2 types of degrees of freedom: univariant, bivariant. ഇനി നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. കാൽസ്യം കാർബണേറ്റ് gives and regives calcium oxide and carbon dioxide. ഇതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോ ഇതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എന്താ വരിക? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആകെ ഇതിന് ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡേ വരുള്ളൂ. പ്രഷർ either temperature or pressure can be changed independently. കാരണം ഇതില് കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രഷർ മാത്രമാണ് ഇതിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫാക്ടർ. സോ ഇറ്റ് വിൽ ബി, സിസ്റ്റം വിൽ ബി യൂണിവാരിയന്റ്. അപ്പൊ ഇനി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇങ്ങനെ വർക്കപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഫോർ എ പ്യുവർ ഗ്യാസ് നമ്മളിപ്പോ പറഞ്ഞു degrees of freedom will be equal to F is equal to 2. For a mixture of gases, എത്രയാണ് degrees of freedom എന്ന് പറഞ്ഞാൽ അവിടെ മിക്സ്ചർ ഓഫ് ഗ്യാസസിൽ കോമ്പോസിഷൻ ഉണ്ട്, പ്രഷറും ഉണ്ട്, ടെമ്പറേച്ചറും ഉണ്ട്. പ്യുവർ ഗ്യാസിൽ പ്രഷറും ടെമ്പറേച്ചറും മാത്രം മതി. കാരണം ആ ഗ്യാസ് മാത്രമായിട്ട് കോൺസെൻട്രേഷൻ ഇല്ല, വോളിയം ഓട്ടോമാറ്റിക്കലി ഫിക്സ്ഡ് ആവും. പക്ഷെ ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസസിൽ പ്രഷറും ടെമ്പറേച്ചറും ഉണ്ട്, അതിന്റെ കൂടെ തന്നെ ആരും ഉണ്ട്? കോമ്പോസിഷനും ഉണ്ട്. സിൻസ് ഇറ്റ് ഈസ് നെസസറി to specify 3 variables to define the system completely, it is 3 variables is needed to define the system completely. അവിടെ ഓട്ടോമാറ്റിക്കലി ഫിക്സ്ഡ് ആയിട്ടുള്ളത് വോളിയം മാത്രമേ ഉള്ളൂ. പ്രഷറും ടെമ്പറേച്ചറും കോൺസെൻട്രേഷനും നമ്മൾ വേരിയബിൾസ് ആയിട്ട് എടുക്കണം. പിന്നെ വാട്ടർ വേപ്പർ, വാട്ടർ ഇൻ ഇക്വിലിബ്രിയം വിത്ത് വാട്ടർ വേപ്പർ നമ്മൾ നേരത്തെ പറഞ്ഞു. പ്രഷറും ടെമ്പറേച്ചറും ഉണ്ടെങ്കിലും ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുമ്പോൾ one variable will be fixed automatically. So F is equal to 1. For saturated solution, sodium chloride solution system. Upper sodium chloride, solid sodium chloride and water vapor. Sodium chloride solution down, solid sodium chloride down, water vapor ഉണ്ടായിരിക്കും. പക്ഷേ എന്താണ്, ആ വാട്ടർ വേപ്പറിന്റെ പ്രഷർ മാത്രമാണ് ഇവിടെ വേരിയബിൾ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് F is equal to 1. സോ ഇനി ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുള്ള തന്നെയാണ് ഒരു 2 variables. അപ്പൊ when the container is open, there will be 2 variables, system will be bivariant. And if when it attains equilibrium, any 2
any one variable is automatically fixed, and then a system will be monovariant. If f is equal to 0, that is degrees of freedom 0, we call it as non-variant or invariant. F is equal to 1, we call it as monovariant, and if is equal to 2, we call it as bivariant. Three phases when in equilibrium. Water in equilibrium with ice and water vapor. 3 phases equilibrium ത്തിലായാൽ എന്ത് സംഭവിക്കും? ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ 3 ഫേസസും ഈക്വിലിബ്രിയത്തിലാവുന്നത് ഒരു സിംഗിൾ പ്രഷറിലും ടെമ്പറേച്ചറിലും മാത്രമേ സംഭവിക്കുള്ളൂ. ഇറ്റ്സ് എ സിംഗിൾ പോയിന്റ്. അപ്പൊ അവിടെ ടെമ്പറേച്ചറും വേരിയബിൾ അല്ല, പ്രഷറും വേരിയബിൾ അല്ല. കോമ്പസിഷൻ പിന്നെ ഒരു സാധനം ആകുമ്പോൾ അതെന്തായാലും വേരിയബിൾ അല്ല. സോ ദർ വിൽ ബി നോ വേരിയബിൾസ്. ദ സിസ്റ്റം ഇസ് ഫിക്സ്ഡ്. ഇവിടെ ഫിക്സ്ഡ് ആണ്. ആ ഫിക്സ്ഡ് ടെമ്പറേച്ചറിലും പ്രഷറിലും മാത്രമാണ് ഈ 3 ഫേസസിനും equilibrium ഇരിക്കാൻ പറ്റുള്ളൂ. So the system will be non-variant or invariant. As the number of phases in equilibrium increases, F decreases. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ വാട്ടറും വാട്ടർ വേപ്പറും ആവുമ്പോൾ എന്തായിരുന്നു? മോണോവേരിയന്റ് ആയിരുന്നു. പക്ഷെ വാട്ടറും ഐസും വാട്ടർ വേപ്പറും കൂടി ആയപ്പോഴേക്കും സിസ്റ്റം ബിക്കം invariant. അതായത് number of phases in equilibrium increases, the degrees of freedom decreases. So നമുക്ക് ഗിബ്സ് ഫ്രേസ് റൂളിലെ 3 കാര്യങ്ങളാണ്: ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, നമ്പർ ഓഫ് കമ്പോണൻസ് ആൻഡ് ഇൻ ഫേസ്. സോ ഗിബ്സ് ഫ്രേസ് റൂള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതിന്റെ വേറൊരു ഫോം എന്താ വെച്ചാൽ എഫ് ഇസ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് ടു. അതായിരിക്കും നമ്മുടെ ബുക്കിലൊക്കെ എഴുതിയിട്ടുണ്ടാവുക. എഫ് ഇസ് ഈക്വൽ ടു സി, F is equal to C minus degrees of freedom. F is equal to C minus P plus 2. Then phase rule known as Gibbs phase rule establishes relationship in number of degrees of freedom. അപ്പൊ ഇനി അത് തുടങ്ങേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ Gibbs phase rule for a heterogeneous system in equilibrium, F is equal to C minus P plus 2. That is, F is equal to degrees of freedom, C is the number of components, and P is the number of phases. ഇത് വ്യക്തമായിട്ട് പഠിക്കണം Gibbs phase rule. ഈ സെഷൻ ഇവിടെ നിർത്താണ്. ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് അടുത്ത സെഷനായിട്ട് വീഡിയോന്റെ വലിപ്പം വല്ലാണ്ട് കൂടണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇവിടെ നിർത്താണ്. Gibbs phase rule.